രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഥാമയും ഭാഗവതാഭിധാനാം ഹരേതനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ കുടിക്കാട്ടുകാവിലമ്മേ ശരണം. ശ്രീ ചോറ്റാനിക്കരമ്മേ ശരണം. സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ പെരുവനത്തപ്പ ശരണം. ശ്രീ നാങ്കുളത്ത് ശാസ്താവേ കുന്നിലമ്മേ ശരണം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാം നിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജന്മാദ്യസ്യ ത്വന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതഗൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതയത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാൽ. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതു
തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തഥോ ജയമുദീരയേൽ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. കണ്ണൻ്റെ കാരുണ്യാതിരേകം ശ്രീമദ് ഭാഗവതം. എത്ര കേട്ടാലും മതിവരാത്ത ശ്രീമദ് ഭാഗവതത്തെ ഒരു ദിവസം കൊണ്ട് ഭഗവാനെ സംബന്ധിച്ചതാണ് ഭാഗവതം. അതുകൊണ്ട് തന്നെ ആ ഭഗവത് കഥകളെ ഒരു ദിവസം കൊണ്ട് അനുസ്മരിക്കാനുള്ള ഒരു ഭാഗ്യവും ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു. ഏതൊരു സ്ഥലത്താണോ ഭാഗവതം പാരായണം നടന്നുകൊണ്ടിരിക്കുന്നത്, ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ, ഇനി മുഴുവനൊന്നും ജപിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ശ്ലോകം, ആ ശ്ലോകത്തിൻ്റെ പകുതി, അതിൻ്റെ പകുതി അത്രയായാൽ പോലും ആ സ്ഥലം തീർത്ഥതുല്യമാവും എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഗൃഹത്തെ ഒരു ക്ഷേത്രമാക്കി മാറ്റുന്ന ശ്രീമദ് ഭാഗവതം, ആ ഭാഗവതമാണ് നമ്മളിന്ന് കൃഷ്ണ കഥാമൃതം എന്ന രീതിയിൽ ശ്രീകൃഷ്ണ കഥകൾ. ദേശാദി ദുസ്സഹാക്ഷുന്മാം ത്യക്തോദമപി ബാധത്തെ എന്ന് ഭാഗവതത്തിൽ പരീക്ഷിത്ത് പറയുന്ന, എത്ര കേട്ടാലും മതിവരാത്ത, ആദി തൃപ്യതി മേ ചിത്തം സുചിരം താപതാപിതം എന്ന് മറ്റൊരിടത്ത് പരീക്ഷിത്ത് പറയുന്ന, അല്ലെങ്കിൽ കേട്ടിട്ടും 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 മതിയാവണില്ല, വീണ്ടും വീണ്ടും പറഞ്ഞു തരൂ, ത്വയാ സംഗധ്യമാനേന, ആ ഭഗവാന്റെ സാത്വതാമതിയായ ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് മതിയാവണില്ല. നോക്കൂ, എത്രയോ ശ്രേഷ്ഠനായ പരീക്ഷിത്ത് പറയുന്നത് പോലെ നമുക്കും കേട്ടിട്ടും കേട്ടിട്ടും മതിയാവണില്ല. പരീക്ഷത്തിനോളം ഭക്തിയോ അല്ലെങ്കിൽ ശ്രീ ബ്രഹ്മർഷിയുടെ അത്ര വ്യുൽപ്പത്തിയോ ഒന്നുമില്ലാത്ത നമ്മളും ആ ഭാഗവതത്തെ അനുസ്മരിക്കുകയാണ്. ആ ഭാഗവതം ഒരു പഴമാണ്. നിഗമകൽപ്പതരോർഗളിതം ഫലം. അങ്ങനെയുള്ള ആ പഴം, അത് ആസ്വദിക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് കൈവന്നിരിക്കുന്നു. പരമപവിത്രമാണത്. അമൃതരസം നിറഞ്ഞതാണ് ആ പഴം. അതിൽ നിന്ന് ഉപേക്ഷിക്കാനായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് അതിനെ നിങ്ങൾ പാനം ചെയ്യുവിൻ എന്ന് ഭാഗവതകാരൻ പറയുന്നത്. പിബത ഭാഗവതം രസം എന്ന് അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്നും ഉണ്ടായതാണ്. വേദവ്യാസൻ, കൃഷ്ണദ്വൈപായനൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ വേദവ്യാസൻ എന്നറിയപ്പെടുന്ന കൃഷ്ണദ്വൈപായനൻ നമുക്ക് പകർന്നു തന്നതാണ്. ഏതൊരു പഴത്തിനും തത്ത കൊത്തിയാൽ അതിന് സ്വാദേറും എന്ന് പറയാറുണ്ട്. ഇവിടെയും അതെ, ആ തത്വം ഉൾക്കൊള്ളുന്ന ഈ പഴം തത്ത കൊത്തിയതാണ്. അത് ശ്രീശുക ബ്രഹ്മർഷിയാകുന്ന ശ്രീശുകൻ ആകുന്ന ആ തത്തയാണ് അത് കൊത്തിയത്. അതുകൊണ്ട് തന്നെ അതിന് മാധുര്യം വർദ്ധിക്കുന്നു. വീണ്ടും വീണ്ടും കഴിക്കുകിൽ വീണ്ടും വീണ്ടും കഴിക്കുവാൻ തോന്നും പഴം. അതാണ് ഈ പഴത്തിൻ്റെ പ്രത്യേകത. എത്രയോ തവണ നമ്മൾ പല രൂപത്തിൽ അതിൻ്റെ പൂർണ്ണമായ മാധുര്യമോ അതിൻ്റെ ശ്രേഷ്ഠതയോ ഒന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളും അത് കഴിച്ചിട്ടുണ്ട്. ആ പഴം വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഓരോ തവണ കഴിക്കുമ്പോഴും അതിൻ്റെ സ്വാദ് വർദ്ധിക്കും, രുചി വർദ്ധിക്കും. ശ്രീ ബ്രഹ്മശ്രീ നൽകിയ ഈ പഴത്തിൻ്റെ പ്രത്യേകത എന്താ? അത് എല്ലാ തരത്തിലുള്ള ആധിവ്യാധികളെയും ഇല്ലാതെയാക്കും. മനസ്സിനും വപസ്സിനുമുള്ള എല്ലാ ദോഷങ്ങളെയും ഇല്ലാതെയാക്കും.
എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കും, ശോകങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഭഗവാന്റെ ഉത്തമമായ ലീലകൾ അടങ്ങിയ ശ്ലോകം. 18,000 ഗ്രന്ഥങ്ങൾ, 18,000 ശ്ലോകങ്ങൾ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം കരിമാലിന്യങ്ങളെ ഇല്ലാതെയാക്കുന്നതാണ്, ഭവരോഗത്തെ ഇല്ലാതെയാക്കുന്ന ഭേഷജമാണ്, ഔഷധമാണ് ഈ പഴം. നിത്യാനന്ദത്തെ നൽകുന്നതാണ്, മനസ്സിൽ കൃഷ്ണപ്രേമം നിറയ്ക്കുന്നതാണ് ഈ പഴം. ഇതൊക്കെയാണ് പഴത്തിൻ്റെ പ്രത്യേകത. പിന്നെ ആരൊക്കെയാണത് കഴിച്ചത്? ഈ പഴം രാധിക, ഗോപികാദി ആ ഭക്തകളെ കഴിച്ചതാണ്, പ്രഹ്ലാദൻ തുടങ്ങിയവർ കഴിച്ചതാണ്, ധ്രുവൻ തുടങ്ങിയവർ കഴിച്ചതാണ്. ഇങ്ങനെ എത്രയോ ഭക്തന്മാര് കഴിച്ച ഈ പഴം രാഗദ്വേഷങ്ങളെ ഇല്ലാതെയാക്കുന്നു. സത്യത്തിൽ ഇത് ഒരു ലഹരിയാണ്, ഹരിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ലഹരിയാണ്. മറ്റ് ലഹരികളൊക്കെ നമ്മളിൽ മതമുണ്ടാക്കുന്നു, അതുകൊണ്ടാണ് ആ ലഹരിക്ക് മദ്യം എന്ന് പേര്. എന്നാൽ ഇത് മതത്തെ ഇല്ലാതെയാക്കുന്ന, അഹങ്കാരത്തെ ഇല്ലാതെയാക്കുന്ന സുരയാണ്. ഓരോ തുള്ളി അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മളിലും ആ ഒരു സുഖം, ആ സുരയുടെ സുഖം നമ്മളിലും അനുഭവപ്പെടും. അപ്പോൾ ആ സുരന്മാരും പൂജിക്കുന്ന ഭഗവാനിൽ, ആ സുരേന്ദ്രൻ എന്ന് ദേവേന്ദ്രനെ വിളിക്കാറുണ്ട്, ആ ദേവേന്ദ്രനും പൂജിക്കുന്ന ഭഗവാന്റെ നാമങ്ങളിൽ നമുക്കും ലഹരിയാകുന്ന, ഹരിനാമ ലഹരിയാകുന്ന ആ സുഖത്തെ നൽകുന്നു. മാധവ വേണുതൻ മോഹന നിസ്വനം മാധുര്യമേറുന്ന മദ്യമാകാം, 4-5 തുള്ളിയെ ഞാൻ ആസ്വദിച്ചുള്ളൂ, കാലടി മണ്ണിലുറയ്ക്കാതായി എന്ന് കവി പാടിയിട്ടുണ്ട്. ഇതേപോലെ 4-5 തുള്ളിയെ ഞാൻ ആസ്വദിച്ചുള്ളൂ, പക്ഷേ എനിക്ക് ഇപ്പൊ ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ ഉറക്കെ പാടാൻ തോന്നുന്നു, ഭഗവാന്റെ കീർത്തനങ്ങൾക്കൊപ്പം ഉറക്കെ ആ നാമം ജപിക്കാനായിട്ട് തോന്നുന്നു. പലപ്പോഴും വിലജോ നൃത്യദിക്കുചിൽ എന്ന പ്രഹ്ലാദന്റെ കഥയിൽ പറഞ്ഞതുപോലെ എല്ലാ നാണവും വിട്ട് നാരായണ നാമം കേൾക്കുമ്പോൾ നൃത്തം വയ്ക്കാൻ എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ഭക്തിയുടെ ലക്ഷണങ്ങളാണ്. അപ്പം ഇങ്ങനെ ഭാഗവതമാകുന്ന ഈ പഴം, ഇത് ഭഗവാൻ തന്നെയാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന്, സാക്ഷാൽ ഭഗവാൻ തന്നെയാകുന്ന ഈ പഴം, ഇത് എല്ലാവർക്കും കിട്ടുന്നതാണോ? സുരാണാമപി ദുർലഭ എന്ന് മറ്റൊരിടത്ത് പറഞ്ഞു. കാരണം എല്ലാവർക്കും കിട്ടില്ല, ഇത് അതിദുർലഭമാണ്, ഇത് ദേവന്മാർക്ക് പോലും ദുർലഭമാണ് ഈ ഭാഗവതമാകുന്ന പഴം. ക്വ സുധ ക്വ കഥാലോകെ എന്നാണ് സാക്ഷാൽ സൂത പൗരാണികൻ ഭാഗവതത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. പരീക്ഷത്തിന് ഭാഗവത കഥാമൃതം പകർന്നു കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ പറഞ്ഞു, അവിടെ ദേവന്മാർ വന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ അമരത്വത്തിലേക്ക്, മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചാൽ പോരെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കഥാമൃതത്തെ തന്ന് ഈ അമൃതത്തെ, ഈ സുധയെ അദ്ദേഹത്തിന് കൊടുക്കൂ, ഞങ്ങളിത് അമൃത കലശവുമായിട്ടാണ് വന്നേക്കുന്നത്. ദേവന്മാർ പറഞ്ഞു അവിടെ ശ്രീ ശിവബ്രഹ്മർഷി, നിങ്ങളുടെ ഈ സുധ എവിടെ? ഭഗവാന്റെ കഥാമൃതമാകുന്ന സുധ എവിടെ? രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന്. അതുകൊണ്ട് നിങ്ങൾക്കിത് തരാനാവില്ല, ഭക്തിയുള്ളവർക്ക് മാത്രമേ ഇത് തരാൻ സാധിക്കുള്ളൂ. എന്നിട്ടും ഭക്തിയുടെ എത്രയോ താഴെത്തട്ടിൽ നിൽക്കുന്ന നമുക്കും ഭഗവാൻ ഇതാ ഒരു അനുഗ്രഹമായിട്ട് ഇത് തന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു സത്സംഗം ചെയ്യാൻ തോന്നുക, ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. എത്രയോ ആളുകളുണ്ട്, സൗകര്യങ്ങളുള്ള ആളുകളുണ്ട്, സമ്പത്തുള്ള ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനൊരു മോഹം മനസ്സിൽ അങ്കുരിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനൽപമായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒന്നുമെൻ നൈപുണ്യമല്ല കണ്ണ, എല്ലാം നിൻ കാരുണ്യം ഒന്ന് മാത്രം. നമ്മുടെ കഴിവുകൊണ്ടൊന്നും ഇത് സാധിക്കില്ല. എത്രയോ ധനാഢ്യന്മാരായിട്ടുള്ള ആളുകൾ, ഇവര് ആ ധനം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ആ ധനം ധർമാനുസാരിയായ ഭഗവത് കഥകൾ കേൾക്കാനും പാടാനും വേണ്ടി ഉപയോഗിക്കണം എന്നറിയാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇതിന് മുൻകൈ എടുത്ത ആളുകളെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം ഒരു ദിവസം കൊണ്ട്, ചിലപ്പോൾ 3 ദിവസം കൊണ്ട്, 5 ദിവസം കൊണ്ട്, 7 ദിവസം കൊണ്ട്, 9 ദിവസം, 11 ദിവസം, എത്രയോ ആയിക്കോട്ടെ, ആ ഭഗവാനെ സ്മരിക്കാൻ കിട്ടുന്ന അവസരം മുഴുവൻ പരിപൂർണമായി ഉപയോഗിക്കാൻ സാധിക്കും.
ഇതാണ് ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ഓരോ ജീവന്റെയും ലക്ഷ്യം. അത് ആരും ആയിക്കൊള്ളട്ടെ, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ സ്ത്രീയോ പുരുഷനോ ബാലനോ വൃദ്ധനോ ആരുമായിക്കൊള്ളട്ടെ, അവരുടെയൊക്കെ ജന്മലാഭം എന്ന് പറയുന്നത് ഭഗവത് കഥകളെ അനുസ്മരിക്കുക എന്നുള്ളത്. അങ്ങനെ ഭഗവത് കഥകൾ അനുസ്മരിച്ചു കഴിഞ്ഞാൽ പതിയെ 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 മറ്റുള്ളതിലൊക്കെ നമുക്ക് വിരക്തി വന്നു ചേരും. ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഭാഗവതാമൃതത്തെ ആസ്വദിക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നു. ആ പരീക്ഷത്ത് പറഞ്ഞ നിലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ലെങ്കിലും, വിശപ്പും ദാഹവും ഒന്നും ഇല്ലാത്ത ഒരു തലത്തിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല എങ്കിലും നമുക്കും ആ ഭഗവാന്റെ കഥകൾ അനുസ്മരിക്കാനുള്ളൊരു വലിയ ഭാഗ്യം അത് ഭഗവാൻ തന്നിരിക്കുന്നു. കൃഷ്ണകഥാമൃതമായി ശ്രീകൃഷ്ണ കഥകൾ, ഭാഗവതം കൃഷ്ണസ്വരൂപമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ മനനാധ്യായവും മംഗളാധ്യായവും അടക്കം, അത് രണ്ടടക്കം 333 335 അധ്യായങ്ങളിൽ പറയുന്നതിൻ്റെ 1/3 അധികം ഭാഗം ദശമസ്കന്ധത്തിൽ 90 അധ്യായങ്ങളിലൂടെയും ഏകാദശ സ്കന്ധത്തിൽ 31 അധ്യായങ്ങളിലൂടെയും കൃഷ്ണകഥകൾക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ആ കൃഷ്ണകഥകൾ വലിയ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആനന്ദമുണ്ടാകുന്നതാണ്. കാരണം കൃഷ്ണന്റെ ലീലകൾ മധുരതരമാണ്, അല്ലേ? അധരം മധുരം വദനം മധുരം എല്ലാം അഖിലാധിപതയിൽ അഖിലം മധുരം എന്നാണ്. അതുകൊണ്ട് ആ മാധുര്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണാവതാരം മുതൽ ശ്രീകൃഷ്ണ സ്വധാമഗമനം വരെയുള്ള ഭാഗങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യുക. ഈ ഭാഗവത തോണിയിലൂടെ, അല്ലെങ്കിൽ ഭാഗവത തീവണ്ടിയിലൂടെ, അല്ലെങ്കിൽ ഭാഗവതമാകുന്ന വിമാനത്തിലൂടെ, 3ലൂടെയും നമുക്ക് സഞ്ചരിക്കാം. കാരണം ഇത് കാലദേശങ്ങൾക്ക് അവധി പറയാൻ സാധിക്കാത്ത കാരുണ്യസ്വരൂപനായ ഭഗവാന്റെ കഥകളാണ് പാടുന്നത്. അപ്പം അതുകൊണ്ട് കാലം ദേശം അതിനതീതമായി ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഈ ഭാഗവതമാകുന്ന തോണിയിൽ, ഈ ഭാഗവതമാകുന്ന തീവണ്ടിയിൽ, ഈ ഭാഗവതമാകുന്ന വിമാനത്തിൽ നമുക്ക് സഞ്ചരിക്കാം. അതിനെ വേണ്ട പോലെ മുന്നോട്ട് നയിക്കുന്നതാരാണ്? അത് ഗുരുനാഥന്മാരാണ്. ഇവിടെ ശ്രീശിവ ബ്രഹ്മർഷിയായും മൈത്രേയ മഹർഷിയായും നാരദനായും സൂത പൗരാണികനായും പിന്നെ അവിടുന്ന് ഇപ്പുറം നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മൾ പലപ്പോഴുമായി കണ്ടുമുട്ടിയിട്ടുള്ള ആ ഗുരുപരമ്പരകളെ മുഴുവൻ ധ്യാനിച്ചുകൊണ്ട്, ഗുരുവാണ് നമ്മളെ ഈശ്വരനിലേക്ക് എത്തിക്കുക. ഇവിടെ ഗോപികമാരുടെ കാര്യത്തിലൊക്കെ ഗുരു ഭഗവാൻ തന്നെയായിരുന്നു. ഭഗവാനിലേക്ക് എത്താൻ മോഹിച്ചു. അതേപോലെ രുക്മിണി തുടങ്ങിയവർക്ക് ആ ബ്രാഹ്മണനാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി തെളിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ സമസ്ത കോടി ഗുരുപരമ്പരകളുടെയും പാദങ്ങളിൽ നമസ്കരിച്ചും കൊണ്ട് നമുക്ക് ആദ്യം കൃഷ്ണാവതാരം പാരായണം ചെയ്യാം. അതിനുശേഷം ആ ഭാഗങ്ങളെ കഥാരൂപത്തിൽ അനുസ്മരിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ പൂർവാർദ്ധ അഥ തൃതീയോധ്യായ. ശ്രീശുക ഉവാച അഥ സർവഗുണോപേതകാല പരമശോഭന യർഹ്യേവാജനജന്മർക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമവ്രജാകരാ നദ്യപ്രസന്ന സലിലാ ഹൃദാജലരുഹശ്രിയ ദ്വിജാളികുലസംനാദസ്തബകാ വനരാജയ വവൗ വായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താസ്തത്ര സമിന്ധത മനാംസ്യാസൻ
പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ അജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാസ്തുഷ്ടുഃ സിദ്ധചാരണാം വിദ്യാധര്യശ്ച നൃതുർ അപ്സരോഭിഃ സമം തദാ മുമുചുർമുനയോ ദേവാ സുമനാംസി മുദാന്വിതാ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീധേ തമൗൽഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീൽ യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്യുഷാ പരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗദകങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷതാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മധുരയിൽ കണ്ണനവതരിച്ചു മധുരമായി ദേവനോ പുഞ്ചിരിച്ചു മാതാപിതാക്കളോ ഭക്തിയോടെ മാധവ പാദേ നമസ്കരിച്ചു നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ മാലയ ചർച്ചിതനായി ദേവൻ മാലകൾ ചാർത്തിയ ലോകനാഥൻ മാലോക തന്നൂടെ മാലകറ്റാൻ മാധവൻ മുന്നിലവതരിച്ചു മാതാവിൻ മുന്നിലവതരിച്ചു നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ മാനം നിറയെ നിറഞ്ഞു ദേവ മംഗള ഗീതങ്ങളാലപിച്ചു മണ്ണിലെ മാമുനി വൃന്ദത്തിൻ്റെ മാനസെ ആമോദം വന്നുദിച്ചു നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ മേഘവർണ്ണൻ കൃഷ്ണനെന്നതോർത്ത് മേഘങ്ങൾ ദുന്ദുഭി കൊട്ടിയാടി മാമക വംശത്തിലെന്നതോർത്ത് മാനീതനായി നിന്നു പൂർണ്ണചന്ദ്രൻ
നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. മെല്ലെ വിടരുന്നു താമരകൾ, മുങ്ങുന്നു ആനന്ദസാഗരത്തിൽ. മന്ദമായി വീശുന്ന കാറ്റിനൊപ്പം മന്ത്രം ജപിക്കുന്നു നൽമൂളകൾ. നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. 33 ദേവജനം മുപ്പാരിൻ നാഥനെ വന്ദിക്കുന്നു. മുക്തി വേണ്ട ഹരേ ഭക്തി നൽകൂ, മുഗ്ധമാം പാദത്തിൽ ഞാൻ നമിപ്പൂ. നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽപാദം വിണ്ട നാൾ വരെ കണ്ണൻ കമലപത്രാക്ഷൻ ഭഗവാൻ ആടിയ അതിമനോഹരമായ ലീലകൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വാദു പതേ പതേ ഓരോ തവണ കേൾക്കുമ്പോഴും കൂടുതൽ കൂടുതൽ സ്വാദേറുന്ന ഭഗവാന്റെ ലീലകൾ. മധുരയിൽ അവതരിച്ച ഭഗവാൻ അമ്പാടി കണ്ണനായി, വൃന്ദാവന ചന്ദ്രനായി, പിന്നീട് മധുരാധീപനായി, ദ്വാരകാധീശനായി ലീലകളാടിയ അത്ഭുതകരമായ കഥ. കണ്ണൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം നേരത്തെ പറഞ്ഞു. ഇവിടെ പരീക്ഷിത്ത് പറയുന്നുണ്ട്, കേട്ടിട്ടും മതിയാവുന്നില്ല, നിത്യനൂതനമാണ് ഭഗവാന്റെ കഥകൾ എന്ന് പറയുമ്പോഴാണ് ഈ കഥ പറയാനായിട്ട് ആരംഭിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ദേവകീ വസുദേവന്മാരുടെ വിവാഹം കഴിഞ്ഞുള്ള ഘോഷയാത്ര. ആ ഘോഷയാത്രക്കിടയിൽ കേട്ട വലിയൊരു അശരീരി, ആ അശരീരി ലോകം മുഴുവൻ കേട്ടുവെങ്കിൽ ഭഗവാന്റെ അവതാരമുണ്ടാകും എന്ന മറ്റൊരു അശരീരി ആദ്യത്തേത് ബ്രഹ്മാണ്ടം മുഴുവൻ കേട്ടതാണെങ്കിൽ നമ്മൾ പറയുന്ന ആ മറ്റൊരു അശരീരി അത് ബ്രഹ്മാവ് മാത്രം കേട്ടതാണ്. ഭാഗവതത്തിന്റെ ക്രമമനുസരിച്ചാണെങ്കിൽ ആദ്യം കേൾക്കുന്ന ശരീരി ബ്രഹ്മാവ് കേട്ടതാണ്. അത് ബ്രഹ്മാവ് മാത്രമേ കേട്ടുള്ളൂ. ബ്രഹ്മാവാണ് എല്ലാവരോടുമായിട്ട് പറഞ്ഞത്. ഭഗവാൻ നന്ദഗോപരുടെ പുത്രഭാവത്തിൽ വസുദേവരുടെ ഗൃഹത്തിൽ വസുദേവരുടെ മകൻ എന്ന രീതിയിൽ ദേവകീ വസുദേവ പുത്രനായിട്ട് അവതരിക്കാൻ പോകും. അങ്ങനെയുള്ള ഭഗവാന്റെ ഏട്ടനായി സാക്ഷാൽ അനന്തമൂർത്തിയും അനുജത്തിയായി യോഗമായാദേവിയും അവതരിക്കും. ഭഗവാന്റെ സങ്കല്പമാണ് ഏട്ടനായിട്ട് അനന്തൻ വേണം എന്നുള്ളത്. കാരണം രാമാവതാരത്തിൽ ലക്ഷ്മണനായി തന്നോടൊപ്പം എല്ലാ സമയത്തും നിന്ന തനിക്കൊരു നിഴല് പോലും ഇരുട്ടത്തുണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ല, എല്ലാ സമയവും സദാസേവ്യ എന്ന് ഭാഗവതത്തെ പറയുന്നത് പോലെ രാമപാദങ്ങളെ എപ്പോഴും സേവിച്ച ലക്ഷ്മണൻ അടുത്ത അവതാരത്തിൽ ഏട്ടൻ എന്നുള്ള സ്ഥാനവും കഴിഞ്ഞ അവതാരത്തിൽ തനിക്കുണ്ടായ നാമവും ഭഗവാൻ നൽകി അനുഗ്രഹിക്കുകയാണ്. ഇങ്ങനെയാണ് ഏട്ടൻ രാമനായി മാറുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ അവതാരം, ആ അവതാരം ഭൂമിയുടെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാൻ, ഭൂമിയുടെ വേദനകളെ ഇല്ലാതെയാക്കാൻ, ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതെയാക്കാൻ, ശിഷ്ടന്മാരെ അനുഗ്രഹിക്കാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനും ഭഗവാൻ ആടുന്ന ഒരു ലീല മാത്രമാണ് ഇത്. അങ്ങനെയുള്ള ആ ഭഗവാൻ അവതരിക്കാൻ ഇനി അതിന് ഒരു പീഠിക വേണം. എവിടെയാണ് അവതരിക്കേണ്ടത്? ദേവകീ വസുദേവന്മാരുടെ പുത്രഭാവത്തിൽ. അതിനുവേണ്ടിയാണ് ഭഗവാൻ അടുത്ത അശരീരി കംസനടക്കമുള്ള സകല ആളുകളെയും
കേൾപ്പിച്ചത്. അസ്യാസ്ത്വാം അഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ അബുധ എന്ന് പറഞ്ഞു. ഇവൾക്കുണ്ടാകുന്ന 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായിട്ട് തീരും എന്ന് പറഞ്ഞപ്പോ കംസന് മാത്രമാണ് അത് തന്നെ കുറിച്ചാണ് പറയുന്നത് എന്ന് തോന്നിയത്. അതും ഭഗവാന്റെ സങ്കല്പം, അത്രേ പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കംസൻ ഖഡ്ഗപാണി കചൈഗ്രഹിൽ വാളെടുത്ത് ആ ദേവകിയുടെ മുടിയിൽ പിടിച്ചു വലിച്ച് കൊല്ലാനായിട്ട് ഭഗിനിം ഹന്തുമാരബ്ധ എന്നാണ് തൻ്റെ സഹോദരിയെ കൊല്ലാൻ പുറപ്പെട്ടു. അതുവരെ തൻ്റെ സഹോദരിയോടുള്ള സ്നേഹം കാണിച്ച കംസൻ ഇപ്പോ സ്വാർത്ഥത വന്നു എന്നാണ്. താൻ എന്നുള്ള തോന്നൽ വന്നപ്പോൾ എങ്കിൽ അവളെ ഇല്ലാതെയാക്കുക. ഇവളുടെ പുത്രനാണ് തന്നെ കൊല്ലുന്നതെങ്കിൽ ആദ്യം തന്നെ ഇവളെ ഇല്ലാതെയാക്കാം എന്ന് തീർച്ചപ്പെടുത്തുന്നു കംസൻ. ആ സന്ദർഭത്തിൽ അവിടേക്ക് വസുദേവര് ചാടിയിറങ്ങി രഥത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയെ മരണവക്ത്രത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് തൻ്റെ ഇപ്പോഴത്തെ ആ കരണീയമായിട്ടുള്ള കർമ്മം. അതുകൊണ്ട് അത് ചെയ്യുക എന്ന് തീർച്ചപ്പെടുത്തി അവിടുന്ന് ആ പറഞ്ഞു. പല രീതിയിൽ പറഞ്ഞു നോക്കി, ആത്മതത്വത്തെ അവിടെ വേണ്ട പോലെ ഉപദേശിച്ചൊക്കെ നോക്കി. കാരണം മൃത്യുർ ജന്മവതാം വീര ദേഹേന സഹജായത്തെ, ഏതൊരാൾക്കും ജനിക്കുമ്പോൾ തന്നെ മരണം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവളെ കൊന്നതുകൊണ്ട് അങ്ങേക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കില്ല. ഇവളെ കൊന്നില്ല എന്നുള്ളത് കൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. മരണം എന്നുള്ളത് നിത്യസത്യമാണ്. എന്നാൽ മരണം ദേഹത്തിന്റെ മാത്രം മരണമാണ്, ആത്മാവിന് ഒരിക്കലും മരണം സംഭവിക്കണില്ല. അതുകൊണ്ട് അങ്ങ് ഇവളെ കൊല്ലാതെ വിടണം എന്ന് പറഞ്ഞപ്പോ കൂട്ടാക്കിയില്ല. കൊല്ലാൻ തന്നെയാണ് കംസന്റെ തീരുമാനം എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പറഞ്ഞു പുത്രാൻ സമർപ്പയിഷി. ഇപ്പോ ഇവൾക്കുണ്ടാകുന്ന 8ാമത്തെ പുത്രനാണല്ലോ അങ്ങയുടെ അന്തകനാകുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവൾക്കുണ്ടാകുന്ന എല്ലാ പുത്രന്മാരെയും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കാം. ആ കുട്ടികളെ കൊല്ലണോ വളർത്തണോ എന്ന് അങ്ങ് തീരുമാനിച്ചോളൂ എന്ന് പറയുന്നിടത്താണ് ഭഗവാന്റെ ആ അവതാരത്തിന്റെ തുടക്കം നമുക്കവിടെ കാണാൻ സാധിക്കും. ദേവകീ വസുദേവന്മാരെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അവർക്ക് 6 ഉണ്ണികളുണ്ടായി. കീർത്തിമന്തം പ്രഥമജം, ആദ്യമുണ്ടായ കീർത്തിമാൻ എന്ന ഉണ്ണിയെ കംസന്റെ അടുത്ത് കൊണ്ടുപോയി. പക്ഷേ കംസൻ പറഞ്ഞു പ്രതിയാതു കുമാരോയം, ഈ ഉണ്ണിയെ കൊണ്ടുപോയിക്കോളൂ. ഈ ഉണ്ണിയെ ഞാൻ കൊല്ലുന്നില്ല, കാരണം 8ാമത്തെ ഉണ്ണിയാണ് എൻ്റെ അന്തകനാവുമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഉണ്ണിയെ കൊണ്ടുപോയിക്കോളൂ. ഇത് കേട്ടു. പക്ഷേ അതിനെ പൂർണ്ണമായി അനുമോദിക്കാൻ വസുദേവർക്ക് മനസ്സ് വന്നില്ല. കാരണം ഈ ദുഷ്ടന്മാരുടെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറാം. ഇപ്പൊ വേണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അധികം വൈകാതെ വന്ന് തനിക്ക് ഉണ്ടായി ഈ ഉണ്ണിയെ മാത്രമല്ല ഇനിയൊരു പക്ഷേ ഉണ്ടായേക്കാവുന്ന കുട്ടികളെ മുഴുവൻ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ 6 ഉണ്ണികളെ കംസൻ ആ വസുദേവരുടെ ചിന്ത പോലെ തന്നെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിന് കാരണം എന്താ? നാരദ മഹർഷിയുടെ വാക്കുകളാണ്. കപടപട് ധീർനാരദ മുനി. നാരദ മഹർഷിയെ കുറിച്ച് നമുക്ക് വേണ്ട പോലെ മനസ്സിലായിട്ടില്ല. ഭഗവാന്റെ ലീലകൾ വേണ്ട പോലെ ആടാനുള്ള സൂത്രധാരനാണ് നാരദൻ. ഏതൊരാൾ ഭഗവാനെ ആശ്രയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അയാളെ അയാളുടെ ബുദ്ധിക്കും അയാളുടെ ചിന്തകൾക്കും അനുസരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവര്യനാണ് നാരദൻ. ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെ അടുത്ത് പോയിട്ട് നാരദൻ ഭഗവാന്റെ മഹിമകളല്ല പറയും, മറിച്ച് അവരുടെ മഹിമകൾ പറഞ്ഞ് ഭഗവാനുമായി ആ ദ്വേഷഭക്തി ഊട്ടി ഉറപ്പിക്കാൻ പാകത്തിന് വേണ്ടതൊക്കെ ചെയ്യും. ഹിരണ്യകശിപുവിന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ കേമത്വത്തെ വർണ്ണിക്കുന്ന സമയത്ത് പോലും നാരദ മഹർഷി എന്താ ഉദ്ദേശിക്കുന്നത്? ഭഗവാന്റെ നാമം ജപിക്കാണ്. അതുകൊണ്ടാണ് പട്ടേരിപ്പാട് കപടപടുധിർ നാരദ മുനി എന്ന് പറഞ്ഞത്. നാരദന് അതിനുള്ള സൂത്രമൊക്കെ ഉണ്ട്. ഹിരണ്യകശിപുവിന്റെ ഭരണകാലത്ത് ഇവിടെ ഹിരണ്യായ നമ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശം കൊടുത്ത ഹിരണ്യകശിപു. എന്നാൽ ആ ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ പോയി നാമം ജപിക്കാൻ ഒരേ ഒരാൾക്കേ ധൈര്യം വന്നുള്ളൂ, അത് നാരദ മഹർഷിക്കാണ്. വിശ്വാവസു സ്തുംബുരു അസ്മദാതയ എന്ന രാജസൂയ യാഗവേദിയിൽ നാരദ മഹർഷി പറയണേക്കാം. നാരദ മഹർഷി അവിടെ പോയിട്ട് എന്താ പറയുക?
അവിടെ ഹിരണ്യകശിപുവിന്റെ കേമത്തങ്ങൾ അങ്ങോട്ട് പറയും. എന്നിട്ട് പറയും, അങ്ങിപ്പോ ഹിരണ്യായ നമ എന്ന് പറയാൻ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തില്ലേ? അതുകൊണ്ട് തന്നെ ഞാനിപ്പോ എവിടെ പോയാലും ഒരാൾ പോലും നാരായണ 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 എന്ന് ജപിക്കുന്നേയില്ല. എങ്ങനെയാ അവർക്ക് നാരായണ 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 എന്ന് ജപിക്കാൻ ധൈര്യം ഉണ്ടാവുക? കാരണം അങ്ങ് നാരായണ 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 എന്ന് ജപിക്കരുതെന്ന് നിർദ്ദേശിച്ചാൽ ഈ ലോകത്ത് ഒരാൾക്കും എത്ര ധൈര്യവാനാണെങ്കിലും നാരായണ 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 എന്ന് ജപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നാരായണ 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 എന്ന് ജപിക്കുന്ന ഒരാളെ പോലും ഈ യാത്രക്കിടയിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവർക്ക് അതിനുള്ള ധൈര്യമില്ല നാരായണ 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 എന്ന് ജപിക്കാൻ. ഏതൊക്കെ പറയുമ്പോൾ ഹിരണ്യകശിപു വളരെ